ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എനിക്കിവിടെ സുഖം കേട്ടോ. പിന്നെ എനിക്കൊരു 8ന്റെ പണി കിട്ടി. എന്നറിയോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. അതൊരു കുക്കിംഗ് വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്തപ്പോഴത്തേനാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ഞാനൊരു സോങ്സ് എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ അത് ആഡ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഫേസ്ബുക്കിൽ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് കിട്ടുന്നത്. പക്ഷേ കോപ്പിറൈറ്റ് കിട്ടാൻ എൻ്റെ ഓൺ വോയിസ് ആണ് ഞാനതിൽ ഓൾറെഡി ഇട്ടിരിക്കുന്നത്. അതുകൂടാതെ ഫേസ്ബുക്കിൻ്റെ അകത്ത് ഉള്ള സോങ്സ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, എൻ്റെ ആഡ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിനകത്ത് എങ്ങനെ കോപ്പിറൈറ്റ് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ ആ വീഡിയോ എടുത്തിട്ട്, ആ വീഡിയോ കണ്ടവർ കാണുമായിരിക്കും. എനിക്ക് ആ വീഡിയോയ്ക്ക് ഒരു 300 സംതിങ്ങോളം ആൾക്കാർ വ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ കിടപ്പുണ്ട് ആ വീഡിയോ. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ അങ്ങനെ വലിയ ഇതായിട്ട് നോക്കുന്നില്ലാത്തതുകൊണ്ട് ഇൻസ്റ്റയിലുള്ളത് ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേനാണെങ്കിൽ അത് എന്തിൻ്റെ ആയിരുന്നു, ഒരു വ്ളോഗ് വീഡിയോ ആയിരുന്നു. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പം അതിന് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. അപ്പം ഫേസ്ബുക്കിൽ നിന്ന് എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഫേസ്ബുക്കിൽ നിന്ന് ഫോട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് മറ്റേ ഫേസ്ബുക്കിൻ്റെ അകത്തുനിന്ന് നമ്മൾ സോങ്സ് എടുത്ത് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ സോങ്സിനും ഒന്നുമില്ല, കുറച്ച് സോങ്സിന് മാത്രം. അത് ഏതൊക്കെ സോങ്സ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5-10 അല്ല ഒരു അരമണിക്കൂറിനുള്ളിൽ എന്തായാലും അല്ല അപ്ലോഡ് ചെയ്യുന്ന സമയത്താണല്ലോ നമുക്ക് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കും. അത് വെച്ചാൽ പബ്ലിക്കിൽ കാണിക്കില്ലല്ലോ, നമുക്ക് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാവർക്കും, അതായത് പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ഇട്ടിട്ട് നമ്മൾ പ്രൊഫഷണലായിട്ട് അക്കൗണ്ട് തുടങ്ങിയ ആൾക്കാർ ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്, അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ കോപ്പിറൈറ്റ് മാക്സിമം മേടിക്കാതിരിക്കുക. അപ്പം അതിന് ഒരു 2-3 പ്രാവശ്യം നമ്മൾ സോങ്സ് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ FB ഓപ്പൺ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കണ്ടിരുന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. എനിക്ക് കിട്ടിയ പണി നിങ്ങൾക്ക് കിട്ടരുതല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞതാണ്. ബൈ.